ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. എനിക്ക് അറിയേണ്ടത് സെൽഫ് മാർക്കറ്റിങ്ങിനെ പറ്റിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഏറ്റവും നന്നായിട്ട് സെൽഫ് മാർക്കറ്റ് ചെയ്യാന്നുള്ളത്? ഓക്കെ, നമ്പർ 1, മാർക്കറ്റിങ്ങും അഡ്വർടൈസിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒരുപാട് വ്യത്യാസമുണ്ട്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 ഫീൽഡിനെ അവയർനെസ് കൊണ്ടുവരാന്നുള്ള, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ അവയർനെസ് കൊണ്ടുവരാന്നുള്ള. അതായത് നമ്മളൊരു പാടം എടുക്കാം, ഓക്കെ, ഒരു സ്ഥലം എടുക്കാം. ആ സ്ഥലത്തിൽ നമ്മൾ ഒരു വിത്ത് നട്ട് കഴിഞ്ഞാൽ ആ വിത്ത് മുളച്ച് വലുതാവും. യെസ് ഓർ നോ? യെസ് ഓർ നോ? ഓക്കെ, ഇല്ല. ഞാൻ പറയുമ്പോൾ ഇല്ല എന്നേ പറയുള്ളൂ. കാരണം നമ്മൾ ആ വിത്ത് നടനേക്കാൾ മുമ്പ് ആ മണ്ണ് ശരിക്കുള്ള പോഷകമായിട്ടുള്ള മണ്ണാക്കി മാറ്റണ്ടേ? മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ വിത്ത് നടുമ്പോൾ അതിന്റെ ഇമ്പാക്ട് വ്യത്യാസം ഉണ്ടാവില്ലേ? ആദ്യം നമ്മൾ നടുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെ 1-2 ക്രോപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ വളർന്നു വരും, ബാക്കിയൊക്കെ നഷ്ടമായിരിക്കും. ശരിയല്ലേ? അപ്പം ഇപ്പൊ എല്ലാവരും ആ കൺസെപ്റ്റ് മനസ്സിൽ വെക്കാം. എന്നിട്ട് ഞാൻ മാർക്കറ്റിംഗ് പറഞ്ഞുതരാം. മാർക്കറ്റിംഗ് ഇതേപോലെ തന്നെയാണ്. നിങ്ങളൊരു പ്രൊഡക്റ്റ്, അതായത് ഒരു തൈ അല്ലെങ്കിൽ ഒരു വിത്ത് നിങ്ങൾ വിൽക്കാൻ പോയി കഴിഞ്ഞാൽ ആരും തന്നെ വാങ്ങിക്കാൻ പോകുന്നില്ല. അത് നിങ്ങളെ പ്രൊഡക്റ്റ് ആയിരിക്കാം, നിങ്ങളെ കോച്ചിങ് ആയിരിക്കാം, നിങ്ങളെ ട്രെയിനിങ് ആയിരിക്കാം, നിങ്ങളെ പേഴ്സണൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ആരും തന്നെ അത് വാങ്ങിക്കാൻ പോകുന്നില്ല. പക്ഷെ അതേ സമയത്ത് ആ ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ആ ഒരു ട്രൈബ്, അല്ലെങ്കിൽ ആ ഒരു നീഷ്, ഏത് ഇൻഡസ്ട്രിയാണ്, ആ ഇൻഡസ്ട്രി നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവരെ ശരിക്ക് ഫർട്ടിലൈസർ നമ്മൾ ഇടുന്ന പോലെ അതെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാൻ കുറച്ചും കൂടെ താല്പര്യം കാണിക്കില്ലേ? ഉറപ്പായിട്ടും. ഞാൻ ചോദിക്കും, നിങ്ങൾ ആരാന്ന് പറയണ്ട, നിങ്ങൾ ഏത് പ്രോഗ്രാമിലൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്? ഓക്കെ, ലീപ്പിനെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞത്? സോഷ്യൽ മീഡിയ. ഉറപ്പാണോ? സോഷ്യൽ മീഡിയയിൽ ആരാ നിങ്ങൾ കണ്ടത്? സെൻസയുടെ വീഡിയോസ് കണ്ടു. ഓക്കെ, സെൻസൈന്റെ വീഡിയോ കണ്ടു. സെൻസൈന്റെ വീഡിയോ കൊണ്ട് നിങ്ങൾ അട്രാക്റ്റഡ് ആയിരുന്നോ? അതെ. ലേൺ ചെയ്തോ? ലേൺ ചെയ്തു. വിശ്വാസം വന്നോ? ബിലീഫ് വന്നോ? അതെ, ഇനിയും ലേൺ ചെയ്യാനുണ്ട്. അതുണ്ട്. പക്ഷെ ബിലീഫ് വന്നോ? ഈ ഒരു വ്യക്തി, ഓക്കെ, ഇയാളുടെ കീഴിൽ ഞാൻ പഠിക്കുകയാണെങ്കിൽ എനിക്ക് വളരാൻ പറ്റും എന്നുള്ള ബിലീഫ് നിങ്ങൾക്ക് വന്നോ? വന്നു. അതാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഫ്രീ ആയിട്ട്. നിങ്ങളെൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഈ ഒരു വീഡിയോ പോകുന്നുണ്ട്, യൂട്യൂബിൽ പോകും. അതാ ഞങ്ങളോട് പേര് ചോദിക്കാത്ത. ഈ വീഡിയോ യൂട്യൂബിൽ പോകുമ്പോൾ എത്രയോ ആൾക്കാരുണ്ടാവും, നിങ്ങളെ പോലത്തെ ആൾക്കാരുണ്ടാവും. അവർക്ക് അറിയാൻ താല്പര്യം. ഈ ഒരു ക്വസ്റ്റ്യന് എത്ര ആയിരക്കണക്കിന് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരത് വാച്ച് ചെയ്യില്ല. കാരണം അവർക്കൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണ്. നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ ചെയ്യേണ്ടത്. നമ്മൾ ആ ഹെൽപ്പ് ചെയ്യുമ്പം അവർക്ക് വിശ്വാസം വരികയാണ്. ദേ ബിലീവ് ഇൻ ദ കോണ്ടന്റ്, ദേ ബിലീവ് ഇൻ ദ പേഴ്സൺ. ഇതിനാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും പിന്നീട് വരുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കല്ലേ? ആ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഞാൻ ആ വിത്ത് നടുന്നത്. യോ വിത്ത് മീ? ഞാനല്ലാതെ എല്ലാ സ്ഥലത്തും പോയിട്ട് പറഞ്ഞില്ലേ. ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആരാണ് ഫാറൂഖ് സെൻസായി എന്നുള്ളൊരു വ്യക്തിനെ വിശ്വസിച്ചിട്ട് ഒരു ഗ്രൂപ്പിൽ വന്നിട്ടുള്ള, അവിടെ മാത്രമേ ഞാൻ വിത്ത് നടന്നുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ ഇഫ് യു വാണ്ട് യു ക്യാൻ കം ഇൻ. ഇതിനാണ് നമ്മൾ ഓർഗാനിക് ആയിട്ട് സെല് ചെയ്യണത്. ഓർഗാനിക് ആയിട്ട് നിങ്ങളെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഒരു പൈസ പോലും ഞാൻ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാറില്ല. ഒരു പൈസ പോലും. ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് ട്രെയിനേഴ്സും കോച്ചസും എനിക്കറിയാവുന്ന ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഒരു അഡ്വർടൈസ്മെൻറ്റ് നോക്കും, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുമ്പം ഒരു വ്യൂ 2 വ്യൂ 1 ലൈക്ക് ഒക്കെ ഉണ്ടാവുള്ളൂ. എത്രയോ പൈസ അവർ കൊടുക്കുന്നുണ്ടാവും അറിയോ? ഞാൻ പറഞ്ഞ ഈ കക്ഷികളൊക്കെ ചുരുങ്ങിയത് 3-4 ലക്ഷങ്ങളൊക്കെ ഒരു മാസം ചിലവാക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ജനങ്ങൾക്ക് വിശ്വാസം പോയിട്ടുണ്ട്. കാരണം എല്ലാ സ്ഥലത്തും അഡ്വർടൈസ്മെൻറ്റാ. ആരെയാണ് നമ്മൾ ഹുക്ക് ചെയ്യേണ്ടത്? ഏതാണ് നമ്മൾ മാർക്കറ്റ്? ഏതാണ് നമ്മൾ നീഷ്? ഇപ്പോൾ എല്ലാവരും അതിലുണ്ട്.
നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഡു യു വാണ്ട് ടു ബിക്കം എ കോച്ച് എന്ന് പറഞ്ഞിട്ട് 10 ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും. ഡു യു വാണ്ട് ടു മേക്ക് മണി 10 ആൾ ചോദിക്കുന്നുണ്ടാവും. ഡു യു വാണ്ട് ടു മേക്ക് വാട്ട് യു കോൾ പ്രോഫിറ്റ് 10 ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും. ആം ഐ റൈറ്റ്? അപ്പൊ എങ്ങോട്ടാ പോകുന്നുള്ള ആൾക്കാർ മറന്നേക്കാണ്. അവർക്ക് അറിയില്ല, കാരണം എല്ലാം കൺഫ്യൂസ്ഡ് ആയിട്ടാണുള്ളത്. അവിടെയാണ് നിങ്ങൾ ചെന്നിട്ട് നിങ്ങൾ ആരാന്നുള്ളത് പൈസ വാങ്ങിക്കാതെ നിങ്ങൾ തെളിയിച്ചു കൊടുക്കണം. നിങ്ങൾ കഴിവിനെ തെളിയിച്ചു കൊടുക്കണം. ഇപ്പൊ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് കോച്ചസ് എന്ന് പറഞ്ഞിട്ട് ഇന്റർനാഷണൽ കോച്ച്, ഗ്ലോബൽ കോച്ച്. ഞാൻ ആരും കുറ്റം പറഞ്ഞില്ല കേട്ടോ. അവരൊക്കെ അവരുടേതായ സ്ഥാനത്ത് അവർ കറക്റ്റാണ്. പക്ഷെ അവരുടെ കോഴ്സ് പോലും നമ്മൾ ജോയിൻ ചെയ്യുന്നുള്ളത് ടൈറ്റിൽ നോക്കിയിട്ട് ആരും ജോയിൻ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ എത്ര തന്നെ വലിയ പേര് കൊടുത്താലും ടൈറ്റിൽ കൊടുത്താലും ആരും തന്നെ ജോയിൻ ചെയ്യാൻ പോകില്ല. അൺടിൽ അതർവൈസ് നിങ്ങൾക്ക് ആ ബിലീഫ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ബിലീഫാണത്. അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇന്റർനാഷണൽ കോച്ചിന് പോലും കൊടുക്കേണ്ട, നിങ്ങൾ അവിടെ വരും. ഞാൻ ഇന്റർനാഷണൽ കോച്ചിനൊന്നും കൊടുക്കാറില്ല. നിങ്ങൾ ഇന്റർനാഷണൽ കോച്ചിൽ നിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ അന്വേഷിച്ചിട്ട് ആൾക്കാർ വരും. നിങ്ങളത് തെളിയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് നിങ്ങൾ എന്താണോ ചെയ്യണത് അതിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ തെളിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ഇരുന്നിട്ട് ക്ലാസ് എടുത്താലും ആൾക്കാർ നിങ്ങൾ അന്വേഷിച്ച് വരും. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. 2016 തോന്നുന്നു, 2016 ഞാൻ ഇന്ത്യയിൽ വന്ന സമയത്താണ് ഞാനൊരു കോഴ്സ് നടത്തി ഇവിടെ കാലിക്കറ്റ് താജിൽ വെച്ചിട്ട്, ട്രെയിൻ ദ ട്രെയിനേഴ്സ് പ്രോഗ്രാം. അന്ന് ആരും ട്രെയിൻ ദ ട്രെയിനേഴ്സോ കോച്ചോ ഒന്നും നടത്താത്ത കാലത്താണ് ഞാൻ പറഞ്ഞത്. ലക്ഷക്കണക്കിന് റുപ്യേൻ്റെ നമ്മൾ ആഡ്സ് കൊടുത്തു, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അന്ന് മാർക്കറ്റ് ഇതായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഫെർട്ടിലൈസർ ഇടാത്ത ഒരു മാർക്കറ്റിൽ നിന്ന് ആർക്കും ട്രെയിൻ ദ ട്രെയിനർ പ്രോഗ്രാമിനെ കുറിച്ചൊന്നും കൂടുതൽ അറിയാത്തൊരു കാലത്ത് ഇത്രയും പൈസ ചിലവാക്കി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുത്തിട്ട് എനിക്ക് ഇന്ത്യയിൽ നിന്ന്, കാരണം കാലിക്കറ്റ്, അപ്പോൾ നമ്മൾ കേരളമാണ് ഫോക്കസ് ചെയ്തത്, എനിക്ക് ആകെ വന്ന ഒരാളാണ് താജില്. ഇതിൻ്റെ 99.9% ആൾക്കാർ വന്ന ഫോറിൻ കൺട്രീസിനാണ്. You're with me? 99.9% എൻ്റെ കസ്റ്റമേഴ്സ്, ക്ലയൻസ്, സ്റ്റുഡൻസ് വന്നത് അവർ സ്റ്റാർ ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ട് എൻ്റെ ക്ലാസ് പങ്കെടുത്ത് പോയത് കംപ്ലീറ്റ് ഫോറിൻ കൺട്രിന്നാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി ആ ഫെർട്ടിലിറ്റി ഉണ്ട്. അവിടെ അവർക്ക് അറിയാം വാട്ട് ഇസ് ട്രെയിൻ ദ ട്രെയിനർ. യു ഗോട്ട് മീ? ആൻഡ് ദേ നോ ഹൂ ഫാറൂഖ് സിൻസായി ഇസ്. അവിടെ ഞാൻ ഒരു പൈസ പോലും ചിലവാക്കിയിട്ടില്ല. അവിടെ ഒരു പൈസ പോലും ചിലവാക്കാതെ അവർ വന്നു. പക്ഷേ ഇവിടെ പൈസ ചിലവാക്കിയിട്ട് പോലും ആൾ വന്നില്ല. അപ്പം എന്താണ് 3 ലെസൺസ് പഠിച്ചിരുന്നത് യുവർ കൺവേഴ്സേഷൻ? നമ്പർ 1, വാട്ട് ഇസ് ദാറ്റ് യു ഹാവ് ടു ഡു? നിങ്ങൾ ഒരു ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദാറ്റ് യു ഹാവ് ടു ഡു? ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം ആദ്യം. എക്സാക്ട്ലി കറക്റ്റ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഹീലർ ആയിരിക്കാം, എനിക്ക് ആ പദത്തിനോട് അത്ര താല്പര്യമില്ല എങ്കിൽ പോലും ഒരു ഹീലർ ആയിരിക്കാം. എന്തായാലും നിങ്ങൾ അത് ഇത് ചെയ്ത് കൊടുക്കുക. അവരെ ഒരു സോഷ്യൽ പ്രൂഫ് എന്നാ പറയാം, അതായത് ഇത് ടെസ്റ്റിമോണിയൽ വാങ്ങിക്കുക, പ്രൂവ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾ പറഞ്ഞ ആളാണ്, നിങ്ങൾ കഴിവുണ്ട്, നിങ്ങൾക്ക് അത് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്നുള്ള പ്രൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്പർ 2, നമുക്ക് വളരാൻ പറ്റുന്ന ഒരു മാർക്കറ്റ്, അല്ലെങ്കിൽ ആദ്യം അവിടെ ഒരു വളമിട്ട് സെറ്റാക്കിയതിന് ശേഷം മാത്രം. അല്ലാതെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളെ പൈസ സുഖസുന്ദരമായിട്ട് പോകും. നിങ്ങൾ ഒരു ആഡ്സിനാണെങ്കിൽ ഫേസ്ബുക്കോ മീറ്റയിൽ എന്തിലാണ് നിങ്ങൾ ആഡ്സിന് പൈസ കൊടുക്കുന്നത്, ആ പൈസ അങ്ങോട്ട് പോയി കിട്ടും. ഒരു അതായിട്ട് ഉപകാരം കിട്ടില്ല. അൺടിൽ അതർവൈസ് ആ ഒരു മാർക്കറ്റ് നിങ്ങളെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ട്, നിങ്ങളൊരു പേഴ്സണൽ കോച്ചാണ്, നിങ്ങളെ കുറിച്ചിട്ട് അറിയണ വരെ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. നമ്പർ 3, ഈ 2 കാര്യങ്ങളാണ് സെൻസ് എനിക്ക് കാര്യമായിട്ട് മനസ്സിലായത്. ഓക്കെ, ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഞാൻ ഒന്നുകൂടെ ചോദിക്കുന്നത്, വേറെ ക്വസ്റ്റ്യൻ അല്ല, എനിക്കൊരു ഇന്റർവ്യൂന്റെ പോയിന്റിലാണെങ്കിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഇന്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂലാണെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടെ. ഒരു ഇന്റർവ്യൂ പോയിന്റിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അതാണോ ക്വസ്റ്റ്യൻ? അതെ. ഓക്കെ, വളരെ സിമ്പിൾ. നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് എന്താ നോക്കാം. നിങ്ങൾ ഒരു XYZ ചെയ്ത അച്ചീവ്മെന്റ് ഇല്ലാതെ നിങ്ങളൊരു ഇന്റർവ്യൂവിൽ, നിങ്ങളൊരു കോച്ചാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങളൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ അംഗീകരിക്കണ്ടേ ഇയാൾക്ക് കഴിവുണ്ടെന്നുള്ളത്? ശരിയല്ലേ? അതെ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ നിങ്ങളെ ഒരു CV വേണ്ടേ? നിങ്ങൾക്കൊരു ഇത് വേണ്ടേ? ഒരു റെസ്യൂമേ വേണ്ടേ? റെസ്യൂമിന് ശേഷം ഇന്റർവ്യൂ. ഓക്കെ, റെസ്യൂമിൽ നിങ്ങൾ എന്താ ആദ്യം എഴുതാ? റെസ്യൂമിൽ എന്താണ് ആദ്യം എഴുതാ? റെസ്യൂമിൽ എന്താണ് നമ്മുടെ ക്വാളിഫിക്കേഷൻസ്, എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷന് ശേഷം എവിടെ എക്സ്പീരിയൻസ്, പിന്നെ
എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് സ്കിൽസ്. ഓക്കെ, ഇത് ഈ പറഞ്ഞ 3 കാര്യം വരാൻ പാടില്ല. ഈ പറഞ്ഞ 3 കാര്യമല്ല വരേണ്ടത്. കാരണം ഏതൊരു നമ്മൾ CV എടുത്താലും നമ്മൾ ഒരു റെസ്യൂം എടുത്തു കഴിഞ്ഞാലും പഠിച്ചത് എവിടെ പഠിച്ചു, 10ാം ക്ലാസ് എവിടെ പഠിച്ചു, പ്രീ ഡിഗ്രി എവിടെ പഠിച്ചു, ഡിഗ്രി എവിടെ പഠിച്ചു, ദാറ്റ് ഈസ് നോട്ട് വാട്ട് ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ. അവർക്ക് ഇൻട്രസ്റ്റ് എന്താ വെച്ചാൽ നിങ്ങൾ എവിടെ ചേഞ്ച് വരുത്തുന്നുള്ള, ചേഞ്ച് എവിടെ വരുത്തുന്നത്, എക്സ്പീരിയൻസും അല്ല. ഇപ്പം ഒരു CV, ഇപ്പം ഞാനൊക്കെ എത്രയോ CVs കണ്ട ഒരു വ്യക്തിയാണ്. ഞങ്ങൾ നമ്മളൊരു CV കണ്ടു കഴിഞ്ഞാൽ ഒരു 5 സെക്കൻഡ് നമ്മളൊരു CV നോക്കുള്ളൂ. അത് കഴിഞ്ഞാൽ നേരെ ബിന്നിലേക്ക് പോകും. ആ ഒരു 5 സെക്കൻഡ് ഉള്ളിൽ നിങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, 5 സെക്കൻഡ് ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളെ CV ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, ആ CV നേരെ പോലെ ഡസ്റ്റ്ബിന്നിലേക്കാണ്. അപ്പോൾ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞിരുന്നത്, എൻ്റെ CV ഞാൻ എവിടേക്കാണ് അയച്ചു കൊടുത്തിട്ടുള്ളത് അത് എപ്പോഴും എനിക്ക് കോൾ ഫോർ വന്നിട്ടേ ഉള്ളൂ. കാരണം എൻ്റെ CV-യിൽ ആദ്യം തന്നെ ഇത് വേറെ ആരും ചെയ്യണേ ഞാൻ കണ്ടില്ല, ആദ്യം തന്നെ തുടങ്ങുന്നത് എൻ്റെ അച്ചീവ്മെൻറ്റ്സാണ്, വേറെ ഒന്നുമില്ല. എൻ്റെ നേട്ടങ്ങളാണ് ഞാൻ പറഞ്ഞത്, ഇന്നത് എനിക്ക് ചെയ്ത് നേടിയിരിക്കണേ ഞാൻ എന്നുള്ളത്. മനസ്സിലായോ? ആ നേട്ടം എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താ ഓട്ടോമാറ്റിക് മനസ്സിലാവും ഇയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇസ് ഇറ്റ് കറക്റ്റ്? അൺമ്യൂട്ട് ചെയ്യട്ടോ, എന്നാലും എനിക്ക് ഫ്രീക്വൻസി പോകും. സോ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഇയാൾക്ക് ഓട്ടോമാറ്റിക് മനസ്സിലാവും, ഓക്കെ ഈ ഇങ്ങനത്തെ വ്യക്തി നമുക്ക് വേണ്ടത്. കാരണം ഇന്നത് അച്ചീവ് ചെയ്ത വ്യക്തി, ഇങ്ങനത്തെ വ്യക്തിയാണ് നമ്മളെ ഓർഗനൈസേഷൻ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ അച്ചീവ്മെൻറ്റ് വെച്ചിട്ടാണ്. ആ അച്ചീവ്മെൻറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണം അല്ലേ? അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ആക്ഷൻ എടുത്തിട്ടുണ്ടോ? അതാണ് ആദ്യം പറഞ്ഞ കാര്യം. നിങ്ങളത്തെ ആദ്യത്തെ ചോദ്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ഒരു സോഷ്യൽ പ്രൂഫ് ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ആ സോഷ്യൽ പ്രൂഫ് വെച്ച് നിങ്ങൾക്ക് CV ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഇന്റർവ്യൂവിന് വിളിക്കും. ഇന്റർവ്യൂവിന് പിന്നെ നിങ്ങളെ കഴിവ് പോലെ നിങ്ങൾ സംസാരിക്കാം. സ്റ്റേജ് നമ്പർ 3 ആണത്. ഹാപ്പി? ഹാപ്പി. താങ്ക് യു വെരി മച്ച്.